നമസ്കാരം. പ്രധാന വാർത്തകൾ. CPM-ന്റെ VS അനുസ്മരണ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത്. പാർട്ടി സ്ഥാപക നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ വിയോഗത്തിൽ CPM തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്ന അനുശോചന സമ്മേളനം ഇന്ന് നടക്കും. തിരുവനന്തപുരം കനകക്കുന്നിൽ വൈകിട്ട് 4-നാണ് പരിപാടി. വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സാമുദായിക സാംസ്കാരിക നേതാക്കളും പരിപാടിയിൽ പങ്കെടുക്കും. വേടൻ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ നൽകും. ബലാത്സംഗ കേസിൽ പ്രതിയായ റാപ്പർ വേടൻ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യം തേടും. ഇന്ന് തന്നെ ജാമ്യാപേക്ഷ നൽകാനാണ് അഭിഭാഷകന്റെ ശ്രമം. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ ജാമ്യാപേക്ഷ ഉച്ചയ്ക്ക് ശേഷം ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് പരിഗണിക്കും. ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി കൊച്ചി സിറ്റി പോലീസിനോട് വിശദീകരണം തേടിയേക്കും. യുവ ഡോക്ടറുടെ പരാതിയിൽ വേടനെതിരെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് തൃക്കാക്കര പോലീസ് കേസെടുത്തത്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ പലയിടങ്ങളിൽ വെച്ച് പീഡിപ്പിച്ചുവെന്നും പിന്നീട് ബന്ധത്തിൽ നിന്നും വേടൻ പിന്മാറിയെന്നുമാണ് യുവ ഡോക്ടർ മൊഴി നൽകിയത്. മലക്കപ്പാറയിൽ മാതാപിതാക്കളോടൊപ്പം ഉറങ്ങിക്കിടന്ന 4 വയസ്സുകാരനെ പുലി ആക്രമിച്ചു. മലക്കപ്പാറ വീരൻകുടി ആദിവാസി ഊരിലെ 4 വയസ്സുകാരനെയാണ് പുലി ആക്രമിച്ചത്. ചെറിയ പരിക്കുകളോടെ കുട്ടി രക്ഷപ്പെട്ടു. അച്ഛനും അമ്മയ്ക്കും ഒപ്പം ഉറങ്ങിയ കുട്ടിയെ കുടിലിൽ കയറിയാണ് പുലി ആക്രമിച്ചത്. ഇന്ന് പുലർച്ചെ 3 മണിക്കായിരുന്നു സംഭവം. വീരൻകുടി ഊരിലെ ബേബി രാധിക ദമ്പതികളുടെ മകൻ രാഹുലിനാണ് പരിക്കേറ്റത്. കുട്ടിയുടെ മാതാപിതാക്കൾ ബഹളം വെച്ചപ്പോൾ പുലി കുടിലിൽ നിന്നോടി. കുട്ടിയെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. യുവാവിന്റെ മരണത്തിൽ ദുരൂഹത. പെൺസുഹൃത്ത് വിഷം നൽകിയെന്ന് സംശയം. കൊച്ചി കോതമംഗലത്തെ യുവാവിന്റെ മരണത്തിൽ ദുരൂഹത. പെൺസുഹൃത്ത് വിഷം നൽകിയതായി സംശയിക്കുന്നു. മാതിരപ്പള്ളി സ്വദേശി അൻസിലാണ് മരിച്ചത്. 38 വയസ്സായിരുന്നു. സംഭവത്തിൽ പെൺസുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വധശ്രമത്തിന് പോലീസ് നേരത്തെ കേസെടുത്തിരുന്നു. കൊലപാതക കുറ്റം ചുമത്താൻ നീക്കമുണ്ടെന്നാണ് വിവരം. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അൻസിൽ മരിച്ചത്. കൊടിസുനിയുടെ പരോൾ റദ്ദാക്കി. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടിസുനിയുടെ പരോൾ റദ്ദു ചെയ്തു. വയനാട് മീനങ്ങാടി സിഐയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. ജൂലൈ 21-നാണ് കൊടിസുനിക്ക് 15 ദിവസത്തെ അടിയന്തര പരോൾ അനുവദിച്ചത്. മീനങ്ങാടി സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണമെന്ന വ്യവസ്ഥ ലംഘിച്ചതിനാണ് പരോൾ റദ്ദാക്കിയത്. കൊടിസുനിയെ വീണ്ടും കണ്ണൂർ സെൻട്രൽ ജയിലിൽ എത്തിച്ചു.